നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന റീഡിങ്സ് നിങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യവും നിങ്ങൾ മുന്നോട്ടേക്ക് ഇനി എടുക്കേണ്ട തീരുമാനത്തെക്കുറിച്ചുമാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. ഒരു റിക്വസ്റ്റഡ് റീഡിംഗ് ആണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള റീഡിങ്സുകൾ ചോദ്യരൂപത്തിൽ നമുക്ക് കമൻറ്റിലാണെങ്കിലും ഇട്ട് വയ്ക്കുക. ഞാനതനുസരിച്ച് നിങ്ങളുടെ റീഡിങ്സുകൾ ഓരോന്ന് വെച്ച് നോക്കി തരാം കേട്ടോ. പിന്നെ ഇത് നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണോ കാണുന്നത് ആ വ്യക്തിയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് അയാളുടെ പേര് പറഞ്ഞുകൊണ്ട് അതാരായിക്കോട്ടെ, ഫെമിനിയൻ ആയിക്കോട്ടെ മസ്കുലൻ ആയിക്കോട്ടെ ഏത് ബന്ധമായിക്കോട്ടെ, മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ എനർജിയെ കണക്റ്റ് ചെയ്ത് തന്നെ റീഡിങ്സ് കാണാൻ ശ്രമിക്കുക, നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതിന് വേണ്ടിയിട്ട്. കൂടാതെ തന്നെ നമ്മൾക്ക് ഇന്നത്തെ ദിവസം ഇങ്ങനെ ഒരു റീഡിങ്സ് എടുക്കാൻ ഡിവൈൻ നൽകിയ ഈ ഒരു അനുഗ്രഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് താങ്ക് യു യൂണിവേഴ്സ് എന്നോ താങ്ക് യു ഏഞ്ചൽസ് എന്നോ തീർച്ചയായിട്ടും കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. കൂടാതെ നിങ്ങളുടെ ബന്ധത്തിൽ എന്തു മാറ്റമാണോ വരേണ്ടത്, നിങ്ങൾ എന്താണോ ഈ ഒരു റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്ത് ആഗ്രഹിക്കുന്നത്, അത് നിങ്ങൾ അഫർമേഷൻസ് ആയിട്ട് കമൻറ്റിൽ രേഖപ്പെടുത്തുക. അതായത് അഫർമേഷൻസ് എഴുതേണ്ട എങ്ങനെയാണ്, നമുക്ക് ആ ഒരു കാര്യം ലഭിച്ചു, നമ്മളതിൽ ആനന്ദിക്കുന്നു, നമ്മളതിൽ സംതൃപ്തനാണ്, അതിനാൽ ദൈവത്തോട് അല്ലെങ്കിൽ ഡിവൈനോട് നന്ദി പറയുന്നു എന്ന് തന്നെ ചെയ്യാവുള്ളൂ. നമുക്കത് ലഭിച്ചു, നമ്മളത് വിഷ്വലൈസ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാ ദിവസവും ഒരു കാര്യം തന്നെ കമൻറ്റിൽ എഴുതിക്കൊണ്ടിരിക്കുക, അഫർമേഷൻസ്. അപ്പോഴാണ് നമ്മളിലേക്ക് അത് കുറച്ച് പതുക്കെയാണ് നമ്മളിലേക്ക് ആ ഒരു സംഭവം ആക്റ്റീവായിട്ട് വരികയുള്ളൂ. അത് നിങ്ങൾ ആത്മാർത്ഥമായിട്ടാണ് എഴുതുന്നതെങ്കിൽ, ചില കമൻസൊക്കെ ഞാൻ വായിക്കുമ്പം ഞാനെന്തോ നിർബന്ധിച്ചതിൻ്റെ പേരിൽ എഴുതുന്ന പോലെയാണ് എനിക്ക് തോന്നാറ്. അങ്ങനെയല്ല ചെയ്യേണ്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന ആത്മാർത്ഥതയാണ് നിങ്ങൾക്ക് അതിനകത്തുനിന്ന് കിട്ടുന്ന ഫലം. അതല്ലാതെ ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ ചെയ്യേണ്ട, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചെയ്യുക. പിന്നെ ലൈഫിലേക്ക് ലൈഫ് ലോങ് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു വ്യക്തിയും നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന വ്യക്തികൾക്ക് വേണ്ടി മാത്രമേ നിങ്ങൾ അഫർമേഷൻസ് എഴുതാവുള്ളൂ. ഇങ്ങനെയുള്ള കാര്യം ഞാൻ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് ഞാൻ നിർബന്ധിക്കാറില്ല അഫർമേഷൻസ് എഴുതുന്നതിനെ. പക്ഷേ നമുക്കത് ചെയ്തു കഴിഞ്ഞാൽ പലർക്കും പ്രയോജനം ചെയ്തതുകൊണ്ട് ഞാനത് ആവർത്തിച്ച് പറയുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏത് രീതിയിലാണോ ആ ഒരു വ്യക്തിയുടെ സ്നേഹവും പ്രസൻസും വേണ്ടത്, നിങ്ങളത് വിഷ്വലൈസ് ചെയ്യുക. നിങ്ങൾ ആ ഒരു കാര്യം നിറഞ്ഞ മനസ്സോടുകൂടി ഡിവൈനോട് നന്ദി പറഞ്ഞ്, ഈ ഒരു അനുഗ്രഹം എനിക്ക് തന്നതിന് ഞാൻ നിന്നോട് എന്നും കടപ്പെട്ടവളായിരിക്കും എന്ന് പറഞ്ഞ് തന്നെ അഫർമേഷൻസ് എഴുതുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് റീഡിങ്സ് വേണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും ഒരു പേഴ്സണൽ റീഡിങ്സ് എടുത്ത് നോക്കുക. നിങ്ങളുടെ കാര്യങ്ങൾ ഒന്നും കൂടി ക്ലാരിറ്റി വരുത്തുക, എന്നിട്ട് തീരുമാനങ്ങൾ എടുക്കുക. അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആവുകയാണെങ്കിൽ, ഇത് പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തന്നെ ടാറോ റീഡിങ്സ് എന്ന് പറഞ്ഞാൽ ഒരു മൈൻഡ് റീഡിംഗ് ആണ്. നിങ്ങളുടെ സോളിൻ്റെ എനർജീനെയാണ്, അതായത് നിങ്ങളുടെ ആ ഒരു സബ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്ന കാര്യങ്ങളാണ് ആ ഒരു പേഴ്സൻ്റേതാണെങ്കിലും നിങ്ങളുടേതാണെങ്കിലും നമ്മൾ എടുത്ത് റീഡിങ്സ് ചെയ്യുന്നത്. അതുകൊണ്ട് അതിനകത്ത് വരാൻ പോകുന്ന കാര്യങ്ങളെയും കഴിഞ്ഞു പോയ കാര്യങ്ങളെയും എല്ലാം നമുക്ക് ക്ലാരിറ്റിയോട് കൂടി വായിക്കാൻ സാധിക്കുമെന്നുള്ളത് മനസ്സിലാക്കുക. പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറും എല്ലാം നമുക്ക് നോക്കാൻ സാധിക്കും. വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ കറക്റ്റ് ആണോ എന്നതും, നമുക്ക് ചുറ്റുമുള്ള വ്യക്തിബന്ധങ്ങൾ എത്രത്തോളം പോസിറ്റീവാണെന്നും ആഴമുള്ളതാണെന്നും ഒക്കെ നമുക്ക് ടാറോ റീഡിങ്സിലൂടെ തീർച്ചയായിട്ടും അറിയാൻ സാധിക്കുമെന്നുള്ളത് മനസ്സിലാക്കുക. പക്ഷേ ഇതിനപ്പുറമെല്ലാം നമ്മളുടെ ഒരു വിശ്വാസം, ഒരു പൂർണ്ണത ഉണ്ട് എന്നുകൂടി മനസ്സിലാക്കുക. നമ്മൾ എന്താണോ മനസ്സുകൊണ്ട് വിഷ്വലൈസ് ചെയ്യുന്നത്, നമ്മൾ എന്താണോ മനസ്സുകൊണ്ട് മനസ്സിലാക്കുന്നത്, അത് നമ്മളുടെ ഹൃദയത്തെ ആഴത്തിൽ ടച്ച് ചെയ്യുന്നത്, അത് തന്നെയായിരിക്കും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതും കേട്ടോ. അതായത് നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അത് തന്നെയാണ് നമ്മളെ തേടി വരികയുള്ളൂ എന്ന് മനസ്സിലാക്കുക. പോസിറ്റീവായിട്ട് കാണുന്നതെല്ലാം പോസിറ്റീവായി നമ്മളിലേക്ക് വരും. നെഗറ്റീവ് സംശയദൃഷ്ടിയോടുകൂടിയും കൺഫ്യൂഷനോട് കൂടിയൊക്കെ നമ്മൾ എന്തിനെങ്കിലുമൊക്കെ ഫോക്കസ് ചെയ്ത് അതിനകത്തൊരു അർത്ഥമില്ലാതെ പോകുമെന്നും മനസ്സിലാക്കുക കേട്ടോ. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. 5 ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ് നമുക്ക് വന്നിരിക്കുന്നത്. ഈ ഒരു റിലേഷനെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതൊരു തലവേദനയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് കൈച്ചട്ട് ഇറക്കാനും വയ്യ, മതിരിച്ചിട്ട് തുപ്പാനും പറ്റാത്ത ഒരു റിലേഷൻഷിപ്പാണ്. ഈ ഒരു ബന്ധത്തിനുള്ളിൽ എപ്പോഴും കൺഫ്യൂഷനാണ്. ഒരു പക്ഷേ നിങ്ങളുടെ മനസ്സിനകത്ത് എപ്പോഴും ഈ ഒരു ബന്ധത്തെക്കുറിച്ച് ചിന്തിക്കുമ്പം ഇതിനകത്തൊരു ആത്മാർത്ഥതയുണ്ടോ,
ഇത് സത്യസന്ധമായൊരു ബന്ധമാണോ? ഇത് വിശ്വസിക്കാവുന്നതാണോ? ഇതിനകത്ത് കമ്മിറ്റ്മെൻ്റ് ഉണ്ടോ? ഇത് ലൈഫ് ലോങ് പോകുന്നതാണോ? ഇതിനകത്തൊരു ചീറ്റിംഗ്, ഒരു തേർഡ് പാർട്ടി പ്രസൻസ് ഉണ്ടോ? ഒരു ചീറ്റിംഗ് എനർജി നിൽപ്പുണ്ടോ? അതായത് പാസ്റ്റിൽ നിങ്ങളുടെ ഒരു ബന്ധം തുടങ്ങിയ സമയത്ത് എങ്ങനെയായിരുന്നോ അതല്ല ഇപ്പം നിങ്ങളുടെ ബന്ധമെന്നുള്ളത്. ഇങ്ങനെ ഒരു വ്യക്തി വന്നിരുന്ന അല്ലെങ്കിൽ ഒരു എവിടുന്നോ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അശരീരി പോലെ ഒരു ഫീലിങ്സ് തട്ടുന്ന ഒരു അവസ്ഥയാണ് ഈ ഒരു ബന്ധം എന്ന് പറയുന്നത്. ശരിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് ഒരു റിലേഷനിലൊരു സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്നില്ല എന്ന് തന്നെ പറയാൻ പറ്റും. ഒരു പക്ഷേ ഇത് ലോങ് ഡിസ്റ്റൻസ് ആണെങ്കിൽ, അതല്ലെങ്കിൽ നോ കോണ്ടാക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബന്ധത്തിൽ നിന്നും പുറത്ത് കടക്കാൻ പറ്റുന്നില്ല. എത്ര ശ്രമിച്ചിട്ട് നിങ്ങൾ ആ പാസ്റ്റിൽ തന്നെ ഒരു ബന്ധനം പോലെ എന്തോ ഒരു വലിയൊരു ട്രാപ്പിൽ പെട്ടതുപോലെയാണ് നിങ്ങൾ നിൽക്കുന്നത്. നിങ്ങൾക്കറിയാം ഈ ഒരു റിലേഷനിൽ നിന്നും നിങ്ങൾക്കിനി ഒന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ലായിരിക്കും, ആ ഒരു ബന്ധം നിങ്ങളെ തേടി വരില്ലായിരിക്കുമെന്ന് നിങ്ങൾക്ക് ഉറച്ചൊരു വിശ്വാസമുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്തോ ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും ഇതിനകത്ത് നോ കോണ്ടാക്റ്റ് എനർജിയിൽ ഉള്ളവർക്ക് പുറത്ത് കടക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. അതേസമയം ലെസ് കോണ്ടാക്റ്റ് ആണെങ്കിലും ഇപ്പം നിങ്ങൾ കോണ്ടാക്റ്റിൽ പോകുന്ന ഒരു എനർജി ആണെങ്കിലും നിങ്ങൾക്ക് അതിനകത്ത് പൂർണ്ണത കിട്ടുന്നില്ല, ഒരു സമാധാനം കിട്ടുന്നില്ല. കാരണം എന്താണ് ഇനി ആക്ഷൻ എടുക്കപ്പെടുക, എന്താണ് ഫ്യൂച്ചറിൽ നിങ്ങൾ നേരിടേണ്ടി വരിക എന്നുള്ള ഒരു മാനസികപരമാകുന്ന ഒരു അവസ്ഥയിലൂടെയാണ്, ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഒരു എന്താ പറയുക, നമുക്കൊരു ടെൻഷനാണ് എപ്പോഴും ഈ ഒരു ബന്ധത്തെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് ഒരു സിറ്റുവേഷൻ, അതായത് ഒരു ക്ലാരിറ്റി കിട്ടുന്നില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു എനർജിയിൽ കാണുന്നത് മുൻ സമയങ്ങളിൽ ഉണ്ടായിരുന്ന പോലുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ഈ ഒരു ബന്ധത്തിലില്ല. ഈ ബന്ധത്തിനകത്ത് എപ്പോഴും ഒരു കമ്മ്യൂണിക്കേഷൻ ബ്ലോക്കേജ് സംഭവിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ മനസ്സിൽ തെറ്റിദ്ധാരണകളും അതുപോലെ തന്നെ ഒരു സംശയത്തിൻ്റെ ഒരു വലിയ ഒരു എനർജി കണക്റ്റ് ചെയ്ത് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷേ നമുക്ക് ഈ ഒരു ബന്ധത്തെക്കുറിച്ച് പറയുമ്പം ഈ ഒരു ബന്ധം അങ്ങനെ തന്നെ ആയിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ നിലനിൽക്കപ്പെടുക. നിങ്ങൾ എത്ര ഫോക്കസ് ചെയ്താലും എത്രത്തോളം ആഴത്തിൽ ഈ ഒരു റിലേഷനിൽ ആത്മാർത്ഥത കാണിച്ചാലും ഈ ഒരു ബന്ധത്തെ സംബന്ധിച്ച് നിങ്ങൾ ആരുമായിട്ടുള്ള റിലേഷനാണോ മനസ്സിൽ ചിന്തിക്കുന്നത്, ആ ഒരു ബന്ധത്തെ സംബന്ധിച്ച് നമുക്ക് പറയാൻ സാധിക്കുന്നത് നിങ്ങളിൽ എപ്പോഴും ഒരു വേദന അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ, ഒരു മൈഗ്രെയിൻ എനർജി, ഒരു തലവേദന പോലുള്ള ഒരു അവസ്ഥയിലൂടെ മാത്രമേ ഈ ഒരു ബന്ധത്തെ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധിക്കൂ. ഒരു പക്ഷേ നിങ്ങൾ ഈ ഒരു റിലേഷനിൽ നിന്ന് പതുക്കെ മൂവ് ഓൺ ചെയ്യാമെന്ന് വിചാരിക്കുമ്പം അവർ പെട്ടെന്ന് നിങ്ങളെ കണക്റ്റ് ചെയ്യും, നിങ്ങൾ വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ടും. എന്നാൽ ഈ ഒരു ബന്ധത്തിൽ ഒരു സമാധാനപരമാകുന്നൊരു ഹാപ്പിനെസ്, ഒരു സെലിബ്രേഷൻ നൽകാനും ആ ഒരു പേഴ്സണ് സാധിക്കാത്തൊരവസ്ഥയാണ്. നിങ്ങൾ മൂവ് ഓൺ ചെയ്യുന്ന ഫീലിംഗ് വന്നാൽ ആ സെക്കൻഡിൽ നിങ്ങൾക്ക് ഈ ഒരു ബന്ധത്തിലേക്ക് അവരുടെ ഒരു വീണ്ടും ഒരു അപ്രോച്ച് അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഇമോഷൻസ് നിങ്ങളിലേക്ക് കണക്റ്റ് ചെയ്യും. നിങ്ങളെ വേഗം അവർ പ്രപ്പോസൽ ചെയ്യുന്നത് പോലെ നിങ്ങളെ പെട്ടെന്ന് അവർ കണക്റ്റ് ചെയ്യുന്നൊരു എനർജിയും കുറച്ച് ആളുകളുടെ സിറ്റുവേഷൻസിൽ കാണുന്നുണ്ട്. 10 ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് ഡിവൈൻ ബ്ലെസ്സിങ്സ് ആണ് കേട്ടോ. ഹസ്ബൻഡ് ആൻഡ് വൈഫ് എനർജിയൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചിൽഡ്രൻസും ഫാമിലി ലൈഫും എല്ലാം കണക്റ്റഡ് ആകുന്ന, അതിങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും ഒരു ഒഴുക്ക് പോലെ ഈ ഒരു ബന്ധം മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കും. ഇതിനകത്ത് നോ കോണ്ടാക്റ്റ് ആണ്, നിങ്ങളിൽ നിന്നും സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ബന്ധങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ കണക്റ്റ് ചെയ്യേണ്ടി വരും. നിങ്ങളുമായിട്ട് തന്നെയാണ് അവരുടെ ഒരു ഫ്യൂച്ചർ ലൈഫ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് ഇതൊരു 10 ഓഫ് കപ്സ് എനർജിയാണ് നിൽക്കുന്നത്. ഒരു പൂർണ്ണതയുള്ള ബന്ധം തന്നെയാണ്. നിങ്ങൾക്ക് അതിലത് ഫീൽ ചെയ്യുന്നില്ലെങ്കിലും നിങ്ങളുടെ ബന്ധം പൂർണ്ണതയാണ്, അബണ്ടൻസ് ആണ്. ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഒരു ബ്ലോക്കേജും നിങ്ങൾക്ക് ഇറിറ്റേഷനൊക്കെ ഉണ്ടെങ്കിൽ 100% ഇതിനകത്തൊരു ഗുഡ് ന്യൂസ്, ഒരു മാറ്റത്തിൻ്റെ സമയം വരുമെന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഈ ഒരു ബന്ധം എപ്പോഴും ഒരു സംശയവും ബുദ്ധിമുട്ടും ഒക്കെ നിറഞ്ഞത് തന്നെ ആയിരിക്കും. അതിനകത്തുനിന്ന് നിങ്ങൾക്കൊരു മാറ്റവും വരില്ല. പക്ഷേ ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജിയാണ്. അതായത് ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് നിങ്ങളെ വിട്ടുപോകത്തില്ല. സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുന്നു, നിങ്ങൾ പിരിഞ്ഞു പോയ ബന്ധങ്ങളാണെങ്കിൽ പോലും നിങ്ങൾ
കണക്റ്റ് ചെയ്യപ്പെടേണ്ടി വരുന്ന, അറ്റ്ലീസ്റ്റ് ഡിവോഴ്സിലേക്ക് പോയ വ്യക്തിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കാണുന്നതാണെങ്കിൽ പോലും നിങ്ങളുടെ ആ ഒരു സമയത്തിൻ്റെ, ആ ഒരു കർമ്മയുടെ അല്ലെങ്കിൽ ആ ഒരു ദശാസന്ധിയുടെയൊക്കെ ഒരു മാറ്റത്തിനനുസരിച്ച് നിങ്ങൾ റീയൂണിയൻ എനർജിയിലേക്ക് വന്നിരിക്കുമെന്നതിന് യാതൊരു സംശയവുമില്ല. പക്ഷേ ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് ബർഡൻ തന്നെയാണ്, ഒരു ഭാരം തന്നെയാണ്. കാരണം ഇതിനകത്ത് പാസ്റ്റ് ലൈഫ് കർമ്മകളോ അല്ലെങ്കിൽ മുൻകാല പൂർവീക കർമ്മകളോ ഒക്കെ കണക്റ്റ് ചെയ്യപ്പെടുന്ന ഒരു ബന്ധമാണ്. അതായത് ബർഡൻ എനർജി ഉണ്ട്, അതിന് നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയാലും നിങ്ങൾക്ക് ബർഡൻ എനർജി തന്നെയാണ് ഈ ഒരു റിലേഷനിൽ നിന്നും നിങ്ങൾക്ക് വരികയുള്ളൂ. പക്ഷേ ഇത് ഡിവൈൻ്റെ എനർജിയോട് കൂടി പോകുന്ന ബന്ധമാണ്. ഈ ഒരു റിലേഷനെ സംബന്ധിച്ച് ഒരു റീബർത്ത് എനർജി ഉണ്ട്. അതായത് നിങ്ങൾ തമ്മിൽ എത്ര അവസാനിച്ചു പോയി എന്ന് ചിന്തിച്ചാലും അവിടെ നിന്നും നിങ്ങൾക്ക് ഇന്നർ കോളിംഗ് വരും, അല്ലെങ്കിൽ അവർക്കൊരു ഇന്നർ കോളിംഗ് വരും. ഈ ഒരു ബന്ധം വീണ്ടും തുടങ്ങേണ്ടതാണ്. ഈ ഒരു ബന്ധം നിങ്ങൾ ഇനിയും എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരും. അത് കൈപ്പേറിയ കാര്യങ്ങളായാലും മധുര്യമുള്ള കാര്യങ്ങളായാലും നിങ്ങൾക്കത് എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരും ആ ഒരു പേഴ്സണുമായിട്ടെന്നുള്ളതിനകത്ത് യാതൊരു സംശയമില്ല. ഒരു ജഡ്ജ്മെൻറ്റിങ്, അതായത് എപ്പോഴും ഇതൊരു ന്യായമാണ്. ഡിവൈൻ്റെ മുന്നിൽ നിങ്ങൾ തമ്മിൽ കണക്റ്റഡ് ആയിട്ട് പോകുക. നിങ്ങളുടെ റിലേഷൻ, ഏത് റിലേഷൻ ആയിക്കോട്ടെ, അതിനെ ഏത് അവസ്ഥയിലൂടെയാണെങ്കിലും അത് മുന്നോട്ടേക്ക് ലൈഫ് ലോങ് എത്തിക്കുക എന്നുള്ള ഒരു കർമ്മം അതിനകത്ത് കിടപ്പുണ്ട്. അപ്പോൾ അത് പൂർണ്ണമായിട്ടും അതേ അവസ്ഥയിൽ എത്തുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നമുക്ക് വീണ്ടും കാണിക്കുന്നത് റീബർത്ത് കാർഡാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നോ കോണ്ടാക്റ്റിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധം മുറിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഫ്യൂച്ചറിലേക്ക് വീണ്ടും കണക്റ്റ് ചെയ്യേണ്ടി വരികയും നിങ്ങളിലെ ആണെങ്കിലും ആ ഒരു വ്യക്തിയുടേതാണെങ്കിലും മിസ്റ്റേക്കുകളെ, നിങ്ങളിൽ എന്തൊക്കെ തെറ്റുകളാണോ, ആ വ്യക്തിയിൽ എന്തൊക്കെയാണോ മിസ്റ്റേക്കുകൾ ഉണ്ടായിട്ടുള്ളത്, അതെല്ലാം വളരെ ക്ലാരിറ്റിയോടുകൂടി മനസ്സിലാക്കി കൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുമെന്നാണ് കാണുന്നത്. പക്ഷേ അപ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം, ഏറ്റവും സോഴ്സിൻ്റെ എനർജിയൊക്കെ വീണ്ടും കണക്റ്റഡ് ആകുന്നുണ്ട്. എപ്പോഴും ഒരു ഡാർക്ക് എനർജി ഉണ്ടാവും കേട്ടോ. അതായത് നിങ്ങൾ ഒരുമിച്ച് പോകേണ്ടി വന്നാൽ പോലും അത് മറ്റ് സിറ്റുവേഷൻസുകളായിരിക്കും നിങ്ങൾക്ക് ഒരുമിച്ച് പോകേണ്ടി വരിക. അതായത് നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ടോ മറ്റു ബന്ധങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടോ നിങ്ങൾ വീണ്ടും റീകണക്റ്റ് ചെയ്യപ്പെടുമ്പോഴും നിങ്ങൾക്ക് തമ്മിലുള്ള ആ ഒരു ബന്ധത്തിൽ ഒരു കർമ്മ നിൽപ്പുണ്ട്. നിങ്ങളുടെ എനർജിയെ തമ്മിൽ ഒരിക്കലും കണക്റ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്കിടയിൽ എപ്പോഴും ഒരു സെപ്പറേഷൻ അല്ലെങ്കിൽ ഒരു അകലം ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് കാണുന്നത്. അതായത് ഈ ഒരു ബന്ധം എന്ന് പറയുന്ന ഇംബാലൻസിങ് എനർജിയാണ്. അപ്പോൾ പിന്നെ എന്തിനാണ് നമ്മൾ ഈ ഒരു ബന്ധത്തിന് വേണ്ടി വെയിറ്റിംഗ് ചെയ്യുന്നത്, ഇതിനെ എന്തിനാണ് ഭാരം ചുമക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് നിങ്ങളിൽ വിധിക്കപ്പെട്ടതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ നിന്നും പൂർണ്ണമായിട്ടും ഒഴിവാക്കി കളയാൻ പറ്റാതെ നിങ്ങളുടെ ഒരു അവസാന കാലഘട്ടം വരെ, അതായത് നമ്മളുടെ ആ ഒരു ലൈഫിൻ്റെ ഒരു എൻഡിങ് ടൈം വരെ ഈ ഒരു ബന്ധത്തെ അല്ലെങ്കിൽ ഈ ഒരു ഭാരത്തെ നിങ്ങൾ ചുമക്കുക എന്നുള്ളത് വിധിക്കപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതിന് നമുക്കൊരിക്കലും മറികടക്കാൻ പറ്റില്ല. ഡിവൈൻ്റെ തീരുമാനങ്ങൾ, ചില കർമ്മ എനർജിയെ ബേസ് ചെയ്തൊക്കെ ഉള്ള തീരുമാനങ്ങൾ നമ്മൾക്കത് എക്സ്പീരിയൻസ് ചെയ്തേ പറ്റൂ. നമ്മളിനി എത്ര തലകുത്തി മറിഞ്ഞാലും അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യപ്പെടും. അത് കറങ്ങിത്തിരിഞ്ഞ് നിങ്ങളിലേക്ക് തന്നെ വന്നു ചേരുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നമുക്കപ്പോഴും ഒരു ബന്ധനാവസ്ഥയും ഒരു ചീറ്റിംഗ് ഫീലിങ്സ് ഒക്കെ എപ്പോഴും അനുഭവപ്പെടും. ഈ ഒരു ബന്ധത്തിലെ ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ക്ലിയറൻസ് ഇല്ലായ്മയാണ്. നല്ലൊരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്കിടയിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജി, വളരെ പോസിറ്റീവായിട്ട് വെൽത്ത് എനർജി നിങ്ങൾ തമ്മിൽ കണക്റ്റഡ് ആകുമ്പോൾ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് കേട്ടോ. നിങ്ങളും ഈ ഒരു പേഴ്സണും തമ്മിൽ ഒരുമിക്കുന്ന സമയത്ത് സാമ്പത്തികപരമാകുന്ന ഭദ്രത വളരെ സ്ട്രോങ് ആവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അത് പല വഴികളിൽ നിന്നും പല മാർഗങ്ങളിലൂടെയും പല രീതിയിലും നിങ്ങളെയും അവരെയും സ്വാധീനിക്കുന്നത് വെൽത്ത് എനർജി ആയിട്ടാണ് കാണുന്നത്. വെൽത്തിനാണ് ഇവിടെ കൂടുതൽ ഇമ്പോർട്ടൻ്റ്, ഇമോഷൻസിനല്ല. ഇമോഷൻസ് വളരെ ലോ ആയിട്ടുള്ള ഒരു എനർജിയാണ്. ഇമോഷണൽ കണക്ഷൻസ് നിങ്ങൾക്കിടയിലില്ല. പക്ഷേ വെൽത്ത് ആൻഡ് ഹെൽത്ത് എനർജി, അത് നല്ല ആരോഗ്യകരമാകുന്നതും പോസിറ്റീവ് ആകുന്നതുമായ ഒരു എനർജി നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആവുന്നുണ്ട്. അത് നിങ്ങളുടെ ഫാമിലിയെ പോലും വളരെയധികം പോസിറ്റീവ് ആക്കുന്നുണ്ട് എന്നാണ് കാണുന്നത്.
നിങ്ങൾ ഒരുമിക്കുക, നിങ്ങളുടെ ഈ ഒരു ബന്ധം എന്നുള്ളതൊക്കെ കർമ്മ ബേസാണ് കേട്ടോ. നമുക്ക് ചില ബന്ധങ്ങളൊക്കെ പാസ്റ്റ് ലൈഫ് കർമ്മയുടെ ഫലമായിട്ട് നമ്മളെ ഒരുപാട് വീർപ്പ് മുട്ടിച്ച് നമ്മളെ നല്ല പോലെ എക്സ്പീരിയൻസ് ചെയ്യിപ്പിക്കുന്ന ചില ബന്ധങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരു റിലേഷൻ തന്നെയാണ് നമുക്ക് ഇന്നിവിടെ കണക്റ്റ് ചെയ്ത് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും സിംഗിൾ എനർജിയിലാണെങ്കിൽ നിങ്ങൾക്ക് വിവാഹം എന്ന് പറയുന്നൊരു യോഗമുണ്ട്. അതല്ല, നിങ്ങൾ മാര്യേജ് എനർജിയിലൊക്കെ ആയ വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിടയിൽ സെപ്പറേഷൻ വരുന്നുണ്ട്. നിയമപരമായിട്ടുള്ളൊരു പോരാട്ടത്തിനോ അല്ലെങ്കിൽ നിങ്ങളൊരു ഡിവോഴ്സ് എനർജിയിലേക്കൊക്കെ മാറണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവിടെ മറ്റുള്ളവരുടെ ഇടപെടലുകൾ നിങ്ങളെ ചേർത്ത് നിർത്തപ്പെടുന്നതായിട്ടും, ഇനി അറ്റ്ലീസ്റ്റ് നിങ്ങൾ തമ്മിൽ വേർപെട്ടു പോയി എങ്കിൽ, നിങ്ങൾ സെപ്പറേറ്റഡ് ആണ് എന്നുറച്ച് ഒരു തീരുമാനത്തിലെത്തിയാൽ പോലും സമയമാകുമ്പം ആ ഒരു എനർജി നിങ്ങളിലേക്ക് തന്നെ വീണ്ടും റീകണക്റ്റ് ചെയ്യും. അങ്ങനെ സെപ്പറേറ്റഡ് ആയിട്ട് പോയ വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങൾക്ക് കുറച്ച് പോസിറ്റീവ് എക്സ്പീരിയൻസ് ഈ ഒരു ബന്ധത്തിൽ റീയൂണിയനെ സംബന്ധിച്ച് വരാൻ സാധ്യതയുണ്ട് കേട്ടോ. അത് ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ആ ഒരു സെപ്പറേറ്റഡ് ആയ സമയത്ത് നിങ്ങളുടെ ആ ഒരു ലോസ്, നിങ്ങളുടെ ആ ഒരു നഷ്ടം, അഭാവം, അവരുടെയും ആ ഒരു ലോസ് എനർജി നിങ്ങൾക്കും മനസ്സിലാകുമ്പം ഒരു വാല്യൂ, നിങ്ങൾക്ക് തമ്മിലുള്ള ഒരു വാല്യൂ അവിടെ മനസ്സിലാക്കി എടുക്കാൻ സാധിക്കുകയും അത് നിങ്ങളെ സംബന്ധിച്ച് ഒരു കുറച്ച് തിരിച്ചറിവുകളിലേക്ക് വരികയും ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ബന്ധമെന്ന് പറയുന്നത് കർമ്മ ബേസിലുള്ള ബന്ധമാണ്. അത് നിങ്ങൾ ഏത് രീതിയിലാണെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യണം. വളരെ ഇൻസ്പിറേഷനോട് കൂടി, വളരെ ആഗ്രഹത്തോടു കൂടിയും വളരെ പോസിറ്റീവായിട്ട് തുടങ്ങി വെച്ച ഒരു എനർജിയാണ്. ഈ തുടങ്ങി വെച്ച ഈ ഒരു ബന്ധത്തെ ബേസ് ചെയ്ത് നോക്കുമ്പം നിങ്ങളിൽ ആരോ ഒരാൾ ഓവർ കൺട്രോളിംഗ് ആയിരുന്നു. ഒരു പക്ഷേ നിങ്ങളാവാം, അതല്ലെങ്കിൽ അവരാവാം. ഒരു ഫെമിനിയൻ എനർജി ഓവർ കൺട്രോളിംഗ് ആയിരുന്നു എന്നുള്ളൊരു സിറ്റുവേഷൻസും ഇതിനകത്ത് നമുക്ക് കർമ്മ നിൽക്കുന്നത് ഫെമിനിയൻ എനർജീനെയാണ് കേട്ടോ. ശരിക്കും ഇമോഷണലി ആണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും എക്സ്പീരിയൻസ് ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടി വരുന്നത് ഫെമിനിയനാണ്. ഇനി നിങ്ങളുടെ പാർട്ട്ണറാണ് ഇത് മസ്കുലൻ, അതായത് മെയിൽ എനർജിയാണ് ഈ റീഡിങ്സ് കാണുന്നതെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറായ ഫെമിനിയൻ എനർജി തന്നെയാണ് ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ അനുഭവിക്കാൻ പോകുന്നത് ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല കേട്ടോ. അവരിൽ നിന്നും അത് പ്രകടമല്ലെങ്കിലും മനസ്സിലാക്കിക്കൊള്ളുക, അവർ ഇമോഷണലി ഓക്കെ അല്ല. അവർക്കൊരു മുന്നോട്ടേക്ക് നോക്കുമ്പോൾ അവർക്കൊരു കാഴ്ചപ്പാടില്ല. അവർക്ക് ഒരു എന്താ പറയുക, മുന്നോട്ടേക്ക് എങ്ങനെ പോകണം, എന്ത് ചെയ്യണമെന്നുള്ള ഒരു കൺഫ്യൂഷൻ, ഒരു എൻഡിങ് അവസ്ഥയിൽ, എല്ലാം അവസാനിച്ചു എന്ന് ചിന്തിക്കുന്ന ഒരു അവസ്ഥയിൽ ചെന്ന് നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കൂടാതെ തന്നെ ഇതിനകത്ത് നമുക്ക് പറയാൻ സാധിക്കുന്ന മറ്റൊരു എനർജി എന്ന് പറഞ്ഞാൽ വളരെയധികം ഒരു ഗ്രോത്തോടു കൂടി, അതായത് പ്രതീക്ഷയോടു കൂടി സക്സസ് എന്ന് തീരുമാനിച്ചെടുത്ത് നിന്നുമാണ് നിങ്ങൾക്കിടയിൽ പ്രോബ്ലംസുകൾ വന്നു ചേർന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. ശരിക്കും തീരുമാനമെടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് കറൻറ്റ്ലി നിൽക്കുന്നത്. ഇമോഷൻസ് ഉണ്ട്, പക്ഷേ അത് തുറന്നു പറയാൻ നിങ്ങൾക്കും സാധിക്കുന്നില്ല, അവർക്കും സാധിക്കുന്നില്ല. രണ്ട് വ്യക്തികളെ സംബന്ധിച്ച് നോക്കുമ്പോഴും രണ്ട് ദിശകളിലേക്ക് നിൽക്കുന്നു. നിങ്ങൾ മറ്റെന്തൊക്കെയോ കാര്യങ്ങളിലേക്ക് തിരിഞ്ഞു നിൽക്കുന്നു, ഇവരും നിങ്ങൾ തമ്മിൽ ഫേസ് ടു ഫേസ് അല്ല നിൽക്കുന്നത്, ഓപ്പോസിറ്റ് ധ്രുവങ്ങളിലേക്ക് മാറി നിൽക്കുന്ന ഒരവസ്ഥയിലാണ് കാണുന്നത്. പക്ഷേ രണ്ടുപേരും ചിന്തിക്കുന്നത് ഒരേ കാര്യം തന്നെയാണ്. വിട്ടുകളയാൻ പറ്റുന്നില്ല എന്നുള്ളതും ഇമോഷൻ, അതായത് മനസ്സിനകത്തെ ഒരു സ്വപ്നം, ആഗ്രഹം റിയാലിറ്റി ആവണമെന്നുള്ളതുമാണ് രണ്ടുപേരുടെയും ചിന്തകളിൽ നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് ഫ്രഷാണ്, ഹെൽത്താണ്, ഹെൽത്തി റിലേഷൻഷിപ്പിലേക്ക് എത്തിക്കാൻ പറ്റുന്നതാണ്. വളരെ വെൽത്ത്, അബണ്ടൻസ് ലഭിക്കുന്ന, നിങ്ങൾ ഒരുമിച്ച് ചേർന്നാൽ അബണ്ടൻസ് വരുന്നൊരു എനർജിയാണ്. പക്ഷേ ഇതിനകത്തുള്ള ഒരു കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴും ആ ഒരു പോസിറ്റീവിലേക്ക് എത്തിച്ചേരാനുള്ളൊരു എനർജി, ആ ഒരു ഊർജം നിങ്ങൾക്ക് തമ്മിൽ കണക്റ്റ് ആകുന്നില്ല. എപ്പോഴും ആ ഒരു കൺഫ്യൂഷനും തർക്കങ്ങളും, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൊസസീവ്നെസ് ഒക്കെ ഓവറായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു അവസ്ഥയും, അതായത് സ്നേഹിക്കണമെന്നും സ്നേഹിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അത് സാധിക്കുന്നില്ല. എന്തോ ഒരു തടസ്സം അല്ലെങ്കിൽ എന്തോ ഒരു ഡാർക്ക് എനർജി നിങ്ങൾക്ക് മധ്യേ ഉണ്ട് എന്നുള്ള ഒരു ഫീലിങ്സ്, അല്ലെങ്കിൽ ആ ഒരു തുറന്ന് സംസാരിക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ നിങ്ങളുടെ ഇമോഷൻസ് ആണെങ്കിലും അവരുടെ ഇമോഷൻസ് ആണെങ്കിലും നിങ്ങൾക്ക് തോന്നുന്ന പ്രോബ്ലംസ് ആണെങ്കിലും അവർക്കിടെ മനസ്സിൽ തോന്നുന്ന ആ ഒരു പ്രോബ്ലംസ് ആണെങ്കിലും ഓപ്പണായിട്ട് പറയാൻ സാധിക്കാതെ പോകുന്ന ഒരു എനർജിയിലാണ് നിങ്ങളുടെ ഈ ഒരു ബന്ധം കടന്നു പോകുന്നത്.
കിങ് ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഫാമിലിപരമാകുന്ന ചില കാര്യങ്ങൾ അമിതമായിട്ടും കണക്റ്റഡ് ആകുന്നുണ്ട്. മറ്റു ബന്ധങ്ങൾ ഇതിനകത്തേക്ക് കൂടുതലായിട്ട് കണക്റ്റ് ചെയ്യുമ്പം നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയിലേക്ക് കുറച്ച് ഈഗോ, അതായത് അവരെ സപ്പോർട്ട് ചെയ്യാനും ചേർത്ത് നിർത്താനും അവരുടെ ലൈഫിൽ മറ്റാരൊക്കെയോ ഉണ്ട് എന്നുള്ളൊരു തോന്നൽ അവരുടെ ഉള്ളിലൊരു ഇച്ചിരി ഈഗോ വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പ്രശ്നമായിട്ട് നിങ്ങളുടെ ബന്ധങ്ങളിൽ കണക്റ്റഡ് ആകുന്നത്. പിന്നെ അതായത് ഫുൾ എനർജിയാണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും റീയൂണിയൻ എനർജി ഈ ഒരു ബന്ധത്തിലുണ്ട് എന്നതിന് യാതൊരു സംശയവുമില്ല. സെലിബ്രേഷൻ ഉണ്ട്, പക്ഷേ എപ്പോഴും ആ ഒരു ചെറിയൊരു ഡാർക്ക് എനർജി, കൺഫ്യൂഷൻ, കോൺഫ്ലിക്റ്റ്, ഫൈറ്റിംഗ് എനർജി നിങ്ങളുടെ ബന്ധത്തിലുണ്ടാകും. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്കിടയിൽ സെപ്പറേഷൻ പീരീഡ് ഇങ്ങനെ വന്നും പോയും കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻസ് കൂടി ഉള്ള റിലേഷൻഷിപ്പാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ബന്ധത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ടത് ഒരു പക്ഷേ ഒരു ക്ഷമയോട് കൂടി ഒരു ബന്ധത്തെ വളരെ സ്മൂത്തായിട്ട് ഈ ഒരു സാഹചര്യങ്ങളെ അതിജീവിച്ച് പോകാൻ പറ്റുമെങ്കിൽ നിങ്ങൾ മുന്നോട്ടേക്ക് പോകുക. കാരണം ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് നിങ്ങൾ ചിന്തിക്കുന്ന അത്രയും ഹാപ്പിനെസ്, ഒരു സമാധാനം, സ്വസ്ഥത ലഭിക്കുക എന്നത് ഡിഫിക്കൽറ്റി ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. റെസനേറ്റ് ആവുന്നവർ മാത്രം എടുത്താൽ മതി കേട്ടോ. നമുക്ക് കിട്ടിയ ഒരു എനർജിയാണ് നമ്മൾ അതിനകത്ത് പറഞ്ഞത്. പിന്നെ ഇതിനകത്ത് നമുക്ക് നോക്കുമ്പോൾ ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജി ഉണ്ട്. നിങ്ങൾ ശരിക്കും കാര്യങ്ങളെ തിരിച്ചറിയാൻ ശ്രമിക്കണമെന്നാണ് കാണുന്നത് കേട്ടോ. നിങ്ങൾക്കൊരു സ്റ്റക്നെസ് ഉണ്ടെങ്കിൽ, നിങ്ങൾ എന്തെങ്കിലും ഹൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡിസിഷൻ, നിങ്ങളുടെ തീരുമാനങ്ങൾ നിങ്ങൾ ഓപ്പണായിട്ട് കാര്യങ്ങളെ ചെയ്യുക. ശരിക്കും തീർച്ചയായിട്ടും അറിയണം, ആഴത്തിലൊന്ന് അറിയുക. ചെറിയ രീതിയിൽ മെഡിറ്റേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങളുടെ ഉള്ളിലുള്ള ചില നെഗറ്റീവ് ആകുന്ന കർമ്മകളെ നിങ്ങൾ പുറത്ത് തള്ളിക്കളയുക കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, നല്ലപോലെ അഫർമേഷൻസുകൾ പറയുക. ഒരു ബന്ധത്തെ പോസിറ്റീവായി ലഭിച്ചു, ഞാനതിൽ സന്തോഷിക്കുന്നു, എൻ്റെ പാർട്ട്ണർ എനിക്ക് ഏറ്റവും നല്ല രീതിയിലുള്ളൊരു വ്യക്തിയായിട്ട് എന്നിലേക്ക് വന്നു ചേർന്നു, എനിക്ക് ഏറ്റവും സന്തോഷം ലഭിക്കുന്നു എന്നൊക്കെയുള്ളൊരു അഫർമേഷൻസ് പറയുകയും അതിൽ ആനന്ദം കൊള്ളുകയും ചെയ്യുക. നമ്മളിലൊരു മാറ്റം വരുത്തുക. അതനുസരിച്ച് നമുക്ക് തീർച്ചയായിട്ടും മാറ്റങ്ങൾ വരും. ജസ്റ്റിസാണ്, തീർച്ചയായിട്ടും നീതി ലഭിക്കും കേട്ടോ. അതായത് സെപ്പറേഷൻ പീരീഡിലൊക്കെ നിൽക്കുന്ന വ്യക്തികളിലേക്ക് റീയൂണിയൻ അവർ തന്നെ നിങ്ങളെ തേടി വരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ലീഗൽ പരമായിട്ടൊക്കെ ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും കർമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റിംഗ്, വാശിയുടെ പുറത്ത് ഫൈറ്റിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ അവസാനിക്കുമെന്ന് തന്നെയാണ് കാണുന്നത്. ഒരു സ്മൂത്തായ സ്നേഹത്തോടു കൂടിയ ഒരു എനർജിയിലേക്ക് പോകും. മാത്രവുമല്ല കുറച്ച് ഈഗോയൊക്കെ, ഒരു സെൽഫിഷ് എനർജിയൊക്കെ ഒന്ന് മാറ്റി വയ്ക്കുക. ഇതിനകത്തൊരു സെൽഫിഷ് എനർജിയാണ് ഏറ്റവും പ്രോബ്ലംസ് വരുത്തി വയ്ക്കുന്നത്. മറ്റൊരാളെ, കൂടെയുള്ള ആളെയും കൂടി ഒന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ആ ഒരു മാനസികാവസ്ഥയാണ്. അപ്പം നിങ്ങളിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ, ഇച്ചിരി വാശിയും ദേഷ്യമൊക്കെ നിങ്ങളും പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് ഒന്ന് ക്ലിയർ ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ നിരാശ നമ്മളെ ഏറ്റവും കൂടുതൽ ഡൗൺ ആക്കി കളയുന്നതും നമ്മളോട് ആരും കണക്റ്റഡ് ആവാതെ പോകുന്നതും നമ്മുടെ നിരാശയാണ്. കരച്ചിലും പറച്ചിലും പരാതി പറയുന്നത് നിർത്തുന്നത് തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും നല്ലത്. ആരോടും നമ്മുടെ ഇമോഷൻസ് പങ്കുവയ്ക്കേണ്ട. കാരണം കരയുക എന്നത് നമ്മുടെ ഏറ്റവും വലിയൊരു വീഴ്ചയാണ്. മറ്റുള്ളവരോട് പരാതി പറയുക, കരയുക, യാചിക്കുക, ഈ പരിപാടിയെല്ലാം നിർത്തിയിട്ട് സ്ട്രോങ് ആവുക. ഒരു സ്ട്രോങ് മൈൻഡ് സെറ്റിലേക്ക് വരിക. നിങ്ങളുടെ ആ ഒരു കഴിവിനെ തിരിച്ചറിഞ്ഞ് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളിലേക്ക്, നമ്മൾക്ക് വേണ്ട മെറ്റീരിയലിസ്റ്റിക് ആകുന്ന ചില കാര്യങ്ങളുണ്ട്, അതിലൊന്ന് ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ കഴിവുകൾ, നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന കഴിവുകളിലേക്കൊക്കെ നിങ്ങളൊന്ന് ഫോക്കസ് ചെയ്യുക. നിങ്ങൾ ഈ സ്തംഭനാവസ്ഥയിൽ സ്റ്റക്കായിട്ട് നിങ്ങൾ ഈ കരഞ്ഞിരിക്കുന്ന ഒരവസ്ഥ, എല്ലാവരിൽ നിന്ന് ഒളിച്ചോടാൻ പോകുന്ന ആ ഒരു പ്രകൃതം ഒന്ന് മാറ്റിവെക്കുക. ദ ചാരിയേറ്റ്, അതുപോലെ തന്നെ ഉറച്ച തീരുമാനമില്ലായ്മ, എല്ലാവരോടും ഫൈറ്റിംഗ് ചെയ്യുന്ന ഒരു മൂഡുണ്ടെങ്കിൽ ആ ഒരു മൂഡ് ചേഞ്ചിങ് ഒക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ ശ്രമിക്കുക കേട്ടോ. അത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രശ്നങ്ങളാണ് സൃഷ്ടിക്കുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിനകത്തുള്ള ഒരു മാനസിക പ്രശ്നം തന്നെ ആവാം, നിങ്ങൾ അനുഭവിക്കുന്ന ഒരു വേദനയാവാം നിങ്ങളെ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അതൊക്കെ തിരിച്ചറിഞ്ഞൊന്ന് ചേഞ്ച് ആവുക. ഏസ് ഓഫ് പെന്റിക്കിൾസ് ആണ് അവസാനം വന്നിരിക്കുന്നത്. പുതിയ പല കാര്യങ്ങളെയും നേടിയെടുക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ലൈഫിൽ ബ്ലെസ്സിങ്സുകളുണ്ട്. ഈ ഉറക്കമില്ലായ്മയിൽ നിന്നൊക്കെ ഒന്ന് പുറത്തു വരിക. ശരിക്കും ഒന്ന് ഉറങ്ങാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. തീർച്ചയായിട്ടും ടെൻഷൻ, മനസ്സിനകത്ത് ഇങ്ങനെ തിങ്ങി നിൽക്കുന്ന ടെൻഷനെ ഞാൻ പറഞ്ഞതുപോലെ റൈറ്റിംഗ് ഹീലിംഗ് എനർജിയിലൂടെ അതിനെ കളഞ്ഞ് നിങ്ങൾ ശുദ്ധമാവുക കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു ബന്ധം പോസിറ്റീവായിട്ട് വരണമെങ്കിൽ, നിങ്ങളുടെ ചുറ്റുപാടുമുള്ള എല്ലാ ബന്ധങ്ങളും പോസിറ്റീവായിട്ട് വരണമെങ്കിൽ നമ്മളിൽ തന്നെ മാറ്റം വരുത്തുക. നമ്മളെപ്പോഴും സന്തോഷമുള്ളവരായിരുന്നാൽ മാത്രമേ നമുക്ക് ചുറ്റുമുള്ളവരെ സന്തോഷിപ്പിക്കാൻ പറ്റുകയുള്ളൂ. അപ്പം അങ്ങനെ ഒന്ന് ചേഞ്ച് ആവാൻ ശ്രമിക്കുക കേട്ടോ.